ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെഡ് റോസസ്. എല്ലാവരും നന്നായിട്ടിരിക്കണമല്ലോ. ഇന്ന് ഞാൻ അമ്പലത്തിൽ പോവുകയാണ്. ഇന്നിവിടെ ആയില്യ പൂജയാണ് അമ്പലത്തിൽ. എല്ലാ അമ്പലത്തിലും വളരെ കേമാണ് ആയില്യ പൂജ. കക്കാട് അമ്പലത്തിലാണ് ഞാൻ പോണത്. പോയി വന്നതിന് ശേഷം നമുക്ക് ഒരു പക്കോട ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോട്ടെ. പോയി വന്നതിന് ശേഷം നമുക്ക് ബ്രെഡ് കൊണ്ട് ഒരു പക്കോട ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഞാൻ 2-3 പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. എപ്പോഴും ഞാൻ ഉണ്ടാക്കി നോക്കിയതിന് ശേഷമേ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഫ്ലോപ്പായ ബുദ്ധിമുട്ടല്ലേ. നമ്മൾ ഓരോന്നും ഒരുക്കി വെച്ച് അത് ഉണ്ടാക്കുമ്പോൾ അത് ഫ്ലോപ്പായിച്ചാൽ നമുക്ക് അത്രയും ടൈം വേസ്റ്റും സാധനം വേസ്റ്റുമാണ്. അത് കാരണം എപ്പോഴും ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ പ്രസൻറ്റ് ചെയ്യാറുള്ളൂ. പക്കോട നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞുല്ലോ ഒരു പ്രാവശ്യം ടേസ്റ്റാണെന്ന്. ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് പക്കോട. ഒരു 5 മിനിറ്റ് സ്നാക്സ് എന്നുള്ള നിലയിലാണ് പക്കോട ഞാൻ കാണുന്നത്. അപ്പോൾ നമുക്ക് വേഗം പക്കോട അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ഉണ്ടാക്കാം. ബ്രെഡ് ഇങ്ങനെ ചെറിയ പീസുകളാക്കി മാറ്റി വയ്ക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, ഉപ്പ്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 2 സവാള ഇങ്ങനെ അരിഞ്ഞത്, അതായത് ചെറുതായിട്ട് തന്നെ, കടലപ്പൊടി. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, ജീരകപ്പൊടി, കുറച്ച് കായം, പിന്നെ വെള്ളം. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണത് നോക്കാം. ആദ്യം നമുക്ക് ഈ ബ്രെഡിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ബ്രെഡ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ കുതിർത്തിയെടുക്കാം. അപ്പോൾ ബ്രെഡൊക്കെ നന്നായിട്ട് മിക്സായി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പെരുംജീരക പൗഡർ ഇത്ര മതി. കുറച്ച് കായത്തിൻ്റെ പൊടി, പിന്നെ ഈ എടുത്തു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും കൊണ്ട് ഇട്ട് കൊടുക്കാം. അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, മല്ലിയില, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഈ 2-3 ടീസ്പൂൺ കടലപ്പൊടി ഇടല്ലോ, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒന്ന് മിക്സാക്കി എടുക്കാം. വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൽ തന്നെ വെള്ളത്തിൻ്റെ നനവുണ്ട് കേട്ടോ. അതേപോലെ ബ്രെഡ് മിക്സ് ആക്കുമ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാവൂ. അതായത് പെട്ടെന്ന് അങ്ങനെ കൂടുതൽ നനവായിട്ട് പേസ്റ്റ് ആവും. കടലപ്പൊടി ഞാൻ 1/2 ടീസ്പൂൺ വെള്ളം അത്രയും ഒഴിച്ചിട്ടുള്ളൂ. ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ ബ്രെഡിൻ്റെ മിക്സ്ചറിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ബ്രെഡിൻ്റെ മിക്സ്ചർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത്രയേ വേണ്ടൂ കടലപ്പൊടി കേട്ടോ. ഞാൻ ഇതൊന്ന് മിക്സാക്കി എടുക്കട്ടെ. ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ എടുത്ത് വെച്ചതിന് ശേഷമേ ഞാൻ വീഡിയോ എടുക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ലെങ്തി ആവില്ല. അതേപോലെ നമ്മൾ ഉണ്ടാക്കാനുള്ള പാൻ ഉണ്ടല്ലോ, അത് കഴുകി അതിലെപ്പോഴും ഓയിലൊക്കെ ഒഴിച്ച് ഞാൻ ചൂടാക്കി വയ്ക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മളുടെ പരിപാടികളൊക്കെ കഴിയും. അതാണ് എപ്പോഴും ഞാൻ ചെയ്യണ എൻ്റെ പോളിസി. അപ്പോൾ ഇതൊക്കെ ഇതാ മിക്സായിട്ടാ നമുക്ക് ഈ പക്കോട ഉണ്ടാക്കിയെടുക്കാം. പക്കോട നമുക്ക് ഇങ്ങനെ കടകളിൽ കിട്ടില്ലേ. പ്രത്യേക ഷേപ്പ് വേണമെന്നില്ല. ഇനിയിപ്പോൾ ഷേപ്പ് വേണ്ടവർക്ക് ഷേപ്പ് ആക്കാം. ഇതിങ്ങനെ ഇടുക നല്ലത്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ പക്കോട ഇട്ട് കൊടുക്കാം. എത്ര വേഗം പണി കഴിഞ്ഞു അല്ലേ. മഞ്ഞൾ കുറച്ചും കൂടി വേണം വെച്ചാൽ ആവശ്യമുള്ളവർക്ക് അതിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ പക്കോട അത് അവിടെ ആയി. നമുക്കിത് വാങ്ങിയെടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. ഭയങ്കര സിമ്പിളാണ്. ഇത് നല്ല ടേസ്റ്റി ആവും. ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ് അത് കേട്ടോ. ബേക്കറിയിൽ ഉണ്ടാക്കണ എല്ലാ പലഹാരവും ഒരുവിധം നമുക്ക് തന്നെ ഉണ്ടാക്കാം. പ്രിസർവേറ്റീവ്സ് ഒന്നും ഉണ്ടാവില്ല. കുറച്ച് മെനക്കെടണമെന്നേ ഉള്ളൂ. നമ്മൾ വാങ്ങി കഴിക്കണ പൈസയും കൂടി വീട്ടിലുണ്ടാക്കുമ്പോൾ വരുമില്ല. അപ്പോൾ നമ്മളുടെ പക്കോട ഇവിടെ റെഡിയായി. ഇതൊരു 5 മിനിറ്റ് ഈവനിങ് സ്നാക്കാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും.
പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. ഇത് നമുക്ക് സോസോ കെച്ചപ്പോ എന്തെങ്കിലും കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ ഇപ്പോൾ തൊട്ടിട്ട് പുതിയ പുതിയ വെറൈറ്റി വീഡിയോസ് ഇടാനാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയ പുതിയ വെറൈറ്റി വീഡിയോസുമായിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരും. എല്ലാവർക്കും നല്ലത് വരട്ടെ. ശുഭദിനം ആശംസിക്കുന്നു. 5 മിനിറ്റ് പക്കോട ഉണ്ടാക്കാൻ എല്ലാവരും റെഡി ആയിക്കോളും.